ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനൊരു പുതിയൊരു ടേബിൾ ടോപ്പ് ഉഷ ജെനോമി അല്ലൂറ DLX എന്ന് പറയുന്നൊരു ടേബിൾ ടോപ്പ് മെഷീൻ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞങ്ങളിത് ഷോപ്പിൽ നിന്ന് ഓപ്പൺ ചെയ്ത് നോക്കി, അതുപോലെ തന്നെ അവർ ഡെമോ കാണിച്ചു തന്ന്, അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെല്ലാം നോക്കിയാണ് ഓക്കെ ആയതിനു ശേഷമാണ് ഇത് എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫൂട്ടുകളും പിന്നെ 2 വർഷത്തെ വാറന്റിയും അതുപോലെ തന്നെ ഹോം സർവീസ്, എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടായാൽ ഹോം സർവീസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതൊന്നും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഫൂട്ടുകളും പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന നീഡില്, ബോബിന് അങ്ങനെ കിട്ടുന്നുണ്ട്. ഇത് ഇതിൻ്റെ വാറന്റി കാർഡാണ്. ഇത് ഇൻസ്ട്രക്ഷൻ ബുക്ക്. ഇത് നോക്കി നമുക്ക് ഇത് കവറാണ്. ഇതിന് പുറമേ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് എവിടെയെങ്കിലും മാറ്റി വെക്കുമ്പോൾ നമുക്കൊരു കവർ പോലെ ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് കാറ്റലോഗും ഇൻസ്ട്രക്ഷൻ ബുക്കും ഒക്കെയാണ്. ഇത് നോക്കി നമുക്ക് എങ്ങനെയാണ് ഓരോ സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ള മനസ്സിലാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഇതിനകത്ത് 21 സ്റ്റിച്ചിങ് ഫംഗ്ഷനോളം വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ സിക്സാഗ് ഫൂട്ട്, ബട്ടൺ ഹോൾ ഫൂട്ട്, പിന്നെ റോൾഡ് ഫൂട്ട്, നമ്മൾ അംബ്രല്ല ഗൗണിൻ്റെയും അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ ഒക്കെ താഴ്വശം ഉരുട്ടി സ്റ്റിച്ച് ചെയ്യാനുള്ള റോൾഡ് ഫൂട്ട്, അത് നമ്മൾ നോർമൽ മെഷീനിലും റോൾഡ് ഫൂട്ടൊക്കെ ഉപയോഗിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ നീഡിലും ബോബിൻ കേസും ബോബിനും എല്ലാം വേറെ പ്രത്യേകമുണ്ട് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ കറണ്ട് വഴി പ്രവർത്തിപ്പിക്കുന്ന മെഷീനാണ്. ഇതിൻ്റെ പെഡലാണ്. നമ്മൾ കാലുകൊണ്ട് പ്രസ് ചെയ്യുന്ന അനുസരിച്ചാണ് മെഷീൻ പ്രവർത്തിക്കുന്നത്. നമ്മുടെ സിംഗിൾ മെഷീൻ അതുപോലെ അംബ്രല്ല മെഷീനും എല്ലാം നമുക്ക് മോട്ടർ വെച്ച് ഇതുപോലെ പെഡൽ വെച്ച് കാലുകൊണ്ട് പ്രസ് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ സിംഗിൾ മെഷീനും അംബ്രല്ല മെഷീനും ഒക്കെ നമുക്ക് ചവിട്ടി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് പക്ഷെ അങ്ങനെ പറ്റത്തില്ല. കറണ്ട് ഉപയോഗിച്ചാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കുറച്ച് ഫങ്ഷൻസ്, ഇതിൻ്റെ സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണം. ഇവിടെയായിട്ട് എക്സ്റ്റൻഷൻ ടേബിൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇവിടെ ഒരു നമ്മുടെ ഫൂട്ടുകളും കാര്യങ്ങളും ഒക്കെ വെച്ചേക്കുന്നത്. ഇതിൽ നമുക്ക് ഓരോ ഫൂട്ടുകളൊക്കെ ഒന്ന് നോക്കാം. ഇത് ബട്ടൺ ഹോളും ബട്ടൺസും ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഫൂട്ടാണ്. ഇത് ഇൻവിസിബിൾ സിബ്ബർ ഫൂട്ട്, 1 സൈഡ് പ്രസർ ഫൂട്ട് എന്നൊക്കെ പറയുന്നത്. ഇത് റോൾഡ് ഫൂട്ട്, അങ്ങനെ കുറച്ച് ഫൂട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ബോബിനും കിട്ടുന്നുണ്ട്. ഇതിന് ഉപയോഗിക്കുന്ന നീഡിൽ, ഇതിന് പ്രത്യേക നീഡിലാണ്, നമ്മളുടെ മറ്റുള്ള മെഷീനിൽ ഉപയോഗിക്കുന്ന നീഡിലല്ല. പിന്നെ ഇപ്പം ഞാൻ കാണിച്ച സീം റിപ്പയർ ഫൂട്ട്, അത് നമ്മുടെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് ഒരു ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതെല്ലാം നമുക്ക് ഈ പാക്കറ്റിൽ തന്നെ വെച്ച് ആ എക്സ്റ്റൻഷൻ ടേബിളിൻ്റെ ഇതുപോലെ ഹോൾ പോലെ ഉണ്ട്, അവിടേക്ക് വെച്ച് തിരിച്ചിത് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇത് സ്റ്റിച്ച് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒക്കെ ഭാഗങ്ങളാണ്. ഇത് നമ്മൾ റിവേഴ്സ് സ്റ്റിച്ച്, കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇവിടെ ആയിട്ട് നൂല് വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ സൂചിയിലേക്കൊക്കെ നൂല്, ഇത് ബോബിനിൽ നൂല് ചുറ്റുന്നതൊക്കെയാണ്. ഇവിടെ ആയിട്ടൊരു വീല് പോലെ വരുന്നുണ്ട്, അതാണ് ഹാൻഡ് വീല്. നമ്മളിത് ആദ്യം ഒന്ന് കൈകൊണ്ട് കറക്കിയതിന് ശേഷമാണ് പെഡലിൽ ചവിട്ടി സ്റ്റിച്ച് ചെയ്ത് തുടക്കത്തിൽ നമ്മൾ ആ ഹാൻഡ് വീൽ ഒന്ന് കറക്കി കൊടുക്കണം. പിന്നെ ഇത് നമ്മൾ ഇവിടേക്ക് പ്ലഗ് ചെയ്ത് കൊടുക്കും. പിന്നെ അത് കറണ്ടിലേക്ക് പ്ലഗിലേക്ക് കുത്തി ആണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. ഇതിൽ എങ്ങനെയാണ് നൂല് ഇട്ട് കൊടുക്കേണ്ടതെന്നുള്ളത് തന്നെ ഇവിടെ ബിഗിനേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ ആരോ വഴി കാണിച്ചു തന്നിട്ടുണ്ട്. കണ്ടില്ല, ഇതുവഴി വന്നിട്ട് ഇവിടെ ആരോ കൊടുത്തിട്ടുണ്ട്, അതിങ്ങനെ ഇതുവഴി ഇട്ട് പിന്നെ ആ നീഡിലേക്ക് ഇട്ടെടുക്കാവുന്നതാണ്. പിന്നെ നീഡിലിൻ്റെ അവിടെ തന്നെ നമുക്ക് നൂല് കോർക്കുന്ന എളുപ്പത്തിൽ കോർക്കാനുള്ളൊരു കുറച്ച് ഫങ്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളൊന്ന് കുറച്ച് പരിചയമായി കഴിയുമ്പോഴാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ പ്രഷർ ഫൂട്ട് ലിഫ്റ്റർ. നമ്മൾ പ്രഷർ ഫൂട്ട് ഉയർത്താനും താഴ്ത്താനും ബ്ലാക്ക് കളറിൽ കണ്ടില്ലേ, ഇതാണ്
ഞാൻ തിരിച്ചു വെച്ച് ഒന്ന് കാണിച്ചു തരാം. അന്നേരം ഇതിപ്പം കാണുന്നുണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയത്തില്ല. നമ്മൾ ഈ പ്രഷർ ഫൂട്ട് ഊരാനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ, നമ്മൾ സ്ക്രൂ ഒന്നും വെച്ചല്ല, പ്രഷർ ഫൂട്ട് ഹോൾഡർ എന്ന് പറയുന്നൊരു ബാക്കിലൊരു ഇത് കണ്ടില്ലേ, ഇവിടെയായിട്ട് ഈ ബ്ലാക്ക് കളറിലുള്ളതാണ് പ്രഷർ ഫൂട്ട് ലിഫ്റ്റർ. നമ്മൾ ഇങ്ങനെ താഴ്ത്തി കൊടുക്കുമ്പോഴത്തേക്ക് പ്രഷർ ഫൂട്ട് താഴും. ഇതിന്റെ ബാക്കിലായിട്ട് ഇവിടെയായിട്ടൊരു ലിഫ്റ്റർ കൂട്ടണം. അതിൽ നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് മുകളിലേക്ക് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് പ്രഷർ ഫൂട്ട് ഓട്ടോമാറ്റിക്കലി ഊരുന്നതാണ്. അല്ലാതെ നമ്മൾ സ്ക്രൂ ഒന്നും വെച്ചല്ല, ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് മുകളിലേക്ക് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് പ്രഷർ ഫൂട്ട് ഊരും. പിന്നെ കറക്റ്റായിട്ട് ആ പ്രോപ്പർ പ്ലേസിൽ വെച്ച് കൊടുത്ത് പ്രഷർ ഫൂട്ട് ലിഫ്റ്റർ ആ ബ്ലാക്ക് കളറിലെ അത് താഴേക്ക് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക്, ഇങ്ങനെ താഴേക്ക് ആക്കുമ്പോഴത്തേക്ക് പ്രഷർ ഫൂട്ട് അതിൽ കൊളുത്തി കറക്റ്റായിട്ട് ഇരിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ 1-2 പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവുന്നതാണ്. ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് തിരിച്ചു വെക്കാനായിട്ട് നമുക്കിവിടെ ക്യാരിങ് ഹാൻഡിലുണ്ട്, കണ്ടില്ലേ? ഇത് നമുക്കിങ്ങനെ ക്യാരിങ് ഹാൻഡിലിൽ പിടിച്ച് നമുക്കിത് എവിടെ വേണമെങ്കിലും മാറ്റി വെക്കാവുന്നതാണ്. ഇതിന് കുറച്ച് സ്പേസ് മതി. ഇവിടെ ഇത് ഇങ്ങനെ മുകളിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് നൂലതിൽ ഇട്ട് കൊടുത്ത് ആ കറക്റ്റ് ആരോ ഇവിടെ വന്നിട്ട് നേരെ ആരോ കാണിച്ച്, പിന്നീട് ഇവിടുന്ന് ഇങ്ങനെ ടേൺ ചെയ്യുന്നതായിട്ട് ആരോ കാണിച്ചിട്ടുണ്ട്. അവിടുന്ന് വന്നു താഴെയും ടേൺ ചെയ്യുന്നതായിട്ട് ആരോ കാണിച്ചിട്ടുണ്ട്. അവിടുന്ന് ടേൺ ചെയ്ത് മുകളിലേക്ക് വന്നു. പിന്നീട് ഇവിടെയായിട്ട് നമ്മൾ ഈ വീലൊന്ന് കറക്കി കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ ഇതുവഴി കയറ്റി ഉണ്ടല്ലോ, അവിടെയും ആരോ കാണിച്ചിട്ടുണ്ട് ടേൺ ചെയ്യുന്നതായിട്ട്. അതുവഴി നൂലിങ്ങനെ ടേൺ ചെയ്ത് കൊണ്ടുവന്ന് പിന്നീട് നമുക്ക് നീഡിലേക്ക് ഇട്ടെടുക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ നമുക്ക് ഈ ആരോ ഡയറക്ഷൻ നോക്കി തന്നെ വളരെ എളുപ്പത്തിൽ ഇതിൽ നൂല് കോർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. കറക്റ്റായിട്ട് ഉണ്ടല്ലോ, ഇവിടെ ആരോടെ ആ ഡയറക്ഷൻ നോക്കി ഇവിടെ വന്ന് ടേൺ ചെയ്ത് പിന്നീട് ആ നീഡിലേക്ക് ത്രെഡ് കോർത്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് ഏതാണോ സ്റ്റിച്ച് ലെങ്ത് വേണമെന്നത് അത് ഡയൽ ചെയ്യുക. പിന്നെ പാറ്റേൺ സെലക്ടർ ഏതാണോ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണമെന്നത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപയോഗിച്ച് ഞാൻ യൂണിഫോമിൻ്റെ കോട്ടിലും ഷർട്ടിലും എല്ലാം ബട്ടൺ ഹോളും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് നോക്കി. വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തുള്ള ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.